ഭാരതത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം. പുതിയതല്ല, പണ്ടിവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ കാലഹരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനം തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമമാണ്. അതിനായി എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇലക്ഷൻ വരുമ്പോഴെല്ലാം, ഇപ്പൊ നമുക്ക് 24-ൽ ലോക്സഭാ ഇലക്ഷൻ, 25-ൽ ലോക്കൽ ബോഡി ഇലക്ഷൻ, 26-ൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വാക്കേ ഉപയോഗിച്ചുകൂടാ. ഈ ഇലക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ശല്യം വരുന്നത് പോലെയാണ് ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ടാണ്. ഉച്ചഭാഷണികളുടെ അതിപ്രസരം, സ്ഥാനാർത്ഥികൾ, അതും ഈർക്കിലി പാർട്ടികളുടെ എണ്ണം കൂടിപ്പോയത് കൊണ്ടും മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ സ്വതന്ത്ര ശ്രേണിയിൽപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാം കൂടെ ഈ വീടുകൾ കയറി ഇറങ്ങുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 50-55 ദിവസമാണ് നമുക്ക് പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഇതിന്റെ എല്ലാം ചെലവ് ഈ പറയുന്ന 12 പോയിന്റുകളിൽ ഇത് വലിയൊരു ധൂർത്ത്, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാവുന്ന സമയവും പണവും ഒക്കെ ദുർവ്യയം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഡിസ്കഷണൽ പോയിന്റ്സ് ഒക്കെ ഒരു സൈഡിലുണ്ട്. അല്ലെങ്കിൽ പ്രധാന ഒരു സ്ട്രീം അത് തന്നെയാണ്, സ്ട്രീം ഓഫ് തോട്ട്സ്. പക്ഷേ പ്രായോഗികമായിട്ട് നമുക്കിത് എത്രമാത്രമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്? 55-57 ദിവസമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. എൻ്റെ ഒരു അഭിപ്രായം, ഒരു സോണില് ഇലക്ഷൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ കൃത്യം പോളിംഗ് ദിവസത്തിന് 17 ദിവസം മുമ്പ്, അതായത് 15 ദിവസത്തിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള പ്രചരണത്തിന്റെ അവസരം കൊടുക്കരുതെന്നാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. അത് ഞാൻ എൻ്റെ റിപ്പോർട്ടിൽ ഞാൻ രേഖപ്പെടുത്തി.